ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നല്ലപോലെ സെറ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഐസ്ക്രീമിൻ്റെത് നല്ലപോലെ സെറ്റായില്ല. നമുക്ക് ക്ഷമയില്ലല്ലോ, അതിന് മുന്നേ കഴിക്കണ്ടേ, ടേസ്റ്റ് നോക്കണ്ടേ. അപ്പോൾ സെറ്റായിട്ട് മാത്രം എല്ലാവരും എടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്യണം, ഷുഗർ കാരമലൈസ് ചെയ്യണം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 2-2.5 മതിയാവും ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. അങ്ങനെ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം 2 പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഈ പാൽ കുറുകാൻ വേണ്ടിയിട്ട് ഒന്നിക്കിൽ പാൽ തിളച്ചതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് തണുത്ത പാൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവണമല്ലോ ഐസ്ക്രീം. അങ്ങനെ അത് അവിടുന്ന് സൈഡിൽ നിന്ന് ആയിക്കോട്ടെ. പിന്നെ നമ്മളതിൽ കടിക്കാൻ കിട്ടില്ലേ നമുക്ക് ബട്ടർ സ്കോച്ചിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബദാമാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കടല എടുക്കാം, കടലയാണ് സാധാരണ ഉണ്ടാവാറുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ അതേ പ്രൊസീജിയർ, ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കാരമലൈസ് ചെയ്യുക. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത ബദാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു പ്ലേറ്റിൽ ബട്ടർ തേക്കണം. ബട്ടർ തേച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം. എന്നിട്ട് ഈ ബദാമിൻ്റെ സാധനം നമ്മൾ ഫ്രീസറിൽ ഒരു 1/2 hour വെക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ചപ്പാത്തി കൂലിനെ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കിനി ഇടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്രഷായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ച ഐസ്ക്രീമിൻ്റെ പാലിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിക്കാൻ കിട്ടില്ലേ, അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കും ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതൊരു കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, സൂപ്പറാണ്, ടേസ്റ്റ് സൂപ്പറാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ പാല് ഒരു 1 hour ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഈ പൊടിച്ച ക്രഷ് ചെയ്ത ബദാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ അടിപൊളിയാണ് നമ്മുടെ ഐസ്ക്രീം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു 6 hours എങ്കിലും, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫുള്ള് വെച്ചാലാണ് നന്നായിട്ട് സെറ്റാവുക. ഒരു 6 hour എങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കണം കേട്ടോ ഐസ്ക്രീം. എന്നാലാണ് നന്നായി സെറ്റായിട്ട് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.